എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കരിക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കരിക്ക് പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി 2 കരിക്കിൻ്റെ കഴമ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് കരിക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. കഴമ്പ് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒട്ടും തരികളില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് കരിക്ക് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വന്നതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കരിക്കിൻ്റെ മിക്സുമാണുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കാം. ഒരു മിനിമം 8 ഗ്രാമെങ്കിലും നമുക്ക് ഇതിലേക്ക് എടുക്കണം. ചൈന ഗ്രാസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ചെറിയ തീയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിക്കാം. ചൈന ഗ്രാസ് വളരെ സ്ലോ ആയിട്ട് തന്നെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ ചൈന ഗ്രാസ് നന്നായി ഒന്ന് മെൽറ്റായി വരും. മെൽറ്റായി വന്നതിന് ശേഷം അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കരിക്ക് പാല് മിക്സിലേക്ക് ചൈന ഗ്രാസ് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചൊഴിക്കണം. ചൈന ഗ്രാസും കൂടി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു മിക്സ് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുണ്ടാവും. കട്ടകളില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. ഞാനപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഗ്ലാസ് ബൗൾസിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു വലിയ ഗ്ലാസ് ട്രേയിലാക്കിയിട്ടും ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാം കേട്ടോ. അതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ ഗാർണിഷ് ചെയ്യാനായിട്ട് പിസ്താഷ്യോ ആൽമണ്ടോ ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമുക്ക് നല്ല റിച്ചായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. പുഡിങ് ബൗളിലോ ട്രേയിലോ ഒഴിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്ത് വയ്ക്കുക. അപ്പോഴേക്കും ചൂടാറും. ചൂടാറിയതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചൊരു 4 മണിക്കൂർ മിനിമം വെച്ച് കൊടുത്താൽ പുഡിങ് സെറ്റായിട്ടുണ്ടാവും. 4 മുതൽ 6 മണിക്കൂർ വരെ പുഡിങ് സെറ്റാവാൻ എടുക്കും. നല്ല ടേസ്റ്റിയാണ്. നല്ല തണുത്ത ഇളനീർ പുഡിങ്. അത് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. നല്ല ക്രീമി ടെക്സ്ചറാണ്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്